അപ്പൊ എനിക്ക് പാകിസ്ഥാനെ ഒരു ശത്രുരാജ്യമായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം അതൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ ആവശ്യങ്ങളാണ്. ഒരാൾ ശത്രുവായെങ്കിൽ നമുക്ക് ഇപ്പൊ രണ്ട് ടീം തമ്മിൽ കളിക്കുമ്പോൾ ഒരു ടീമിന്റെ ആൾക്കാർക്ക് മറ്റേവൻ ശത്രുവായല്ലേ പറ്റൂ, എങ്കിലല്ലേ കളിക്കൊരു വാശി ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ രാജ്യങ്ങളിലെല്ലാം ഞാൻ പറയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം പലരുടെയും മനസ്സിൽ ഒരു രാജ്യത്തിന്റെ പേര് പറയുമ്പോൾ മതത്തിന്റെ പേര് ഓർമ്മ വരുന്നത് അത് വലിയൊരു അപകടമാണ്. എനിക്ക് പാകിസ്ഥാനെന്നോ ശ്രീലങ്കയെന്നോ ബംഗ്ലാദേശെന്നോ സൗദി അറേബ്യയിൽ ഒന്നും കേൾക്കുമ്പോൾ ഒരു മതത്തിന്റെ രൂപമല്ല മനസ്സിൽ വരുന്നത്, അവിടുത്തെ മനുഷ്യരുടെ രൂപം വരുന്നത്. രാഷ്ട്രീയമാണ് പലപ്പോഴും നമ്മളെ ശത്രുക്കളെ സൃഷ്ടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് എന്താണ് പാകിസ്ഥാൻകാരോട് ശത്രുത? പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് എന്താണ് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരനോട് ശത്രുത? ഇന്ത്യയിൽ ടൂറിസ്റ്റായിട്ട് ചെന്ന ഒരാളെ വെടിവെച്ച് കൊല്ലണമെന്ന് ഏത് പാകിസ്ഥാനിലെ സാധാരണക്കാരനാണ് ആഗ്രഹം? അവിടെ ഇരുന്ന് ഇതിന്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ സാധാരണക്കാരായ പാകിസ്ഥാൻകാരുണ്ടാവാം. സാധാരണ കർഷകരായ, അർത്ഥപട്ടിണിക്കാരായ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന, ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ എന്താണ് ഒരു ഇന്ത്യൻകാരനെ വെടിവെച്ച് കൊന്നിട്ട് അവനെന്താണ് ആവശ്യം? അതാവശ്യമുള്ള ആളുകളുണ്ട്. അതിലൂടെ അടുത്ത കുറെ നാളുകളിലേക്ക് സജീവമായി മറ്റ് ചിന്തകളിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഭരണകൂടങ്ങളുണ്ട്. അവർക്കാണ് ഇതിന്റെ ആവശ്യം.